800 സ്ക്വയർ ഫീറ്റാണ് എൻ്റെ ടെറസ് ഉള്ളത്. അപ്പോൾ 800 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയ ഒരു സമ്മിശ്ര കൃഷി രീതിയാണ് ഞാനിവിടെ ടെറസിൽ. എൻ്റെ ഒരു കൺസെപ്റ്റ് അതായിരുന്നു, നഗരവാസികൾക്ക് ഒരു സമ്മിശ്ര കൃഷി രീതി. കാരണം എല്ലാവരും പച്ചക്കറി മാത്രമാണ് ചെയ്യുക, പക്ഷേ അതിനുപരിയായി പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഔഷധ സസ്യങ്ങളും, കോഴി, താറാവ്, മീൻ, തേനീച്ച, മുയൽ, ഇതെല്ലാം നമുക്ക് ടെറസിൽ ഒരുക്കാമെന്ന് നഗരവാസികൾക്കൊരു മെസ്സേജ്, അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. മട്ടുപ്പാവിലെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം എറണാകുളം തമ്മനത്തെ ഷൈജു കേളന്തറയുടെ ഈ മട്ടുപ്പാവ് കൃഷിത്തോട്ടത്തെ. കുറഞ്ഞ സ്ഥലത്ത് മട്ടുപ്പാവിൽ ഒരു സമ്മിശ്ര കൃഷിത്തോട്ടം ഒരുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അനുകരിക്കാവുന്ന ഒരു മാതൃക. മനസ്സുണ്ടെങ്കിൽ സ്ഥലക്കുറവും സമയക്കുറവും ഒന്നും കൃഷി ചെയ്യാൻ ഒരു തടസ്സമല്ല എന്നാണ് KSEBയിൽ സീനിയർ സൂപ്രണ്ടായ ഇദ്ദേഹം പറയുന്നത്. പിന്നെ നമ്മുടെ കോഴി കുറേ നേരമായി കിടന്ന് കരയുന്നു. കോഴിയെ പരിചയപ്പെടുത്താത്തതുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സമ്മിശ്ര കൃഷിയാണ് എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മുയലാണ്. 2 നല്ല മുയലുകളുണ്ട്. അവർ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് രണ്ടുപേരും. അതിൻ്റെ താഴെയാണ് കാടയുള്ളത്. ഇത് കാടയാണ്. കടയുടെ മുട്ട എടുത്തിട്ടുള്ളതാണ് കിടക്കുന്നുണ്ട്. ഒരു മുട്ട ഭയങ്കര വലുത് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഇന്നിപ്പോൾ ഉണ്ടായതാണ്. ഇത്രയും വലിയ കാടമുട്ട ഞാൻ കണ്ടിട്ടില്ല.